മറുവശത്ത് വിരാട് കോഹ്ലി 2008 തന്നെ തനിക്ക് ലഭിച്ച ഡെബ്യൂ മുതലാക്കി പിന്നീട് അങ്ങോട്ട് സെഞ്ചുറികൾ നേടിക്കൂട്ടി ഇന്ത്യക്ക് അന്നേ ഒരു ചേസ് മാസ്റ്റർ കിട്ടി എന്ന നിലയിൽ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ വേൾഡ് കപ്പിലോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് മിഡിൽ ഓർഡറിൽ കുറച്ച് താഴെ ഇറങ്ങി ബാറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ. പക്ഷേ അതിലൊന്നും അദ്ദേഹം ഒരു മടി കൂടാതെയും പ്രകടനങ്ങൾ പുറത്തെടുത്തു. ബംഗ്ലാദേശിനെതിരെ ആദ്യ വേൾഡ് കപ്പ് മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് തന്റെ വേൾഡ് കപ്പിന്റെ തുടക്കം കോഹ്ലി ഗംഭീരമാക്കുന്നത്. അതുവരെ T20 സൈഡുകളിൽ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം IPL റണ്ണുകൂടി കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ വിരാട് കോഹ്ലി എന്ന ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ കിങ്, തന്റെ ഫോം തുടരുന്ന കാഴ്ച പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. അദ്ദേഹം അത്രമേൽ മികച്ചവനായിരുന്നു. ഇന്ത്യക്ക് കോഹ്ലി ഉണ്ടെങ്കിൽ സെഞ്ചുറി മാത്രമല്ല, ഇന്ത്യക്ക് വിജയവും ഉറപ്പെന്ന നിലയിൽ കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങൾ അദ്ദേഹത്തിന് നിലനിന്നിരുന്ന കോവിഡിന് മുന്നേയുള്ള കാലഘട്ടം ഏതൊരു ടീമിനും വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നമായിരുന്നു. രോഹിത് ശർമ്മ ഒരു വലിയ ഇന്നിങ്സ് കളിച്ചാൽ അവിടെ എതിരാളി തരിപ്പണമാകുമെന്ന് മാത്രമാണ്. പക്ഷേ